1990കളുടെ ആരംഭത്തിൽ മണലാരണ്യത്തിന്റെ ശാന്തതയെ പിടിച്ചുകുലുക്കിയ ആ വലിയ പോരാട്ടത്തിന്റെ കഥ തുടങ്ങുന്നത് എണ്ണപ്പാടങ്ങളിലെ തർക്കങ്ങളിൽ നിന്നല്ല, മറിച്ച് അധികാരത്തിന്റെ അമിതമായ മോഹങ്ങളിൽ നിന്നാണ്. ലോകം മാറ്റത്തിന്റെ പാതയിലായിരുന്ന ആ കാലഘട്ടത്തിൽ സദ്ദാം ഹുസൈൻ എന്ന പേര് ഭീതിയോടെയും അത്ഭുതത്തോടെയുമാണ് എല്ലാവരും കേട്ടിരുന്നത്. ഇറാഖിന്റെ ഭരണാധികാരിയായ സദ്ദാം അക്കാലത്ത് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു. അയൽരാജ്യമായ ഇറാനുമായി 8 വർഷം നീണ്ട അതിരൂക്ഷമായ യുദ്ധം കഴിഞ്ഞു നിൽക്കുകയായിരുന്നു അദ്ദേഹം. ആ യുദ്ധം ഇറാഖിന്റെ ഖജനാവ് കാലിയാക്കിയിരുന്നു. ആയുധങ്ങൾ വാങ്ങാനും സൈന്യത്തെ പോറ്റാനും കുവൈത്ത് ഉൾപ്പെടെയുള്ള അയൽരാജ്യങ്ങളിൽ നിന്ന് വലിയ തുക കടം വാങ്ങിയിരുന്നു സദ്ദാം. എന്നാൽ യുദ്ധം അവസാനിച്ചപ്പോൾ ഈ കടം വീട്ടാൻ അദ്ദേഹം തയ്യാറായില്ല. താൻ ഇറാനെതിരെ പോരാടിയത് അറബ് ലോകത്തെ മുഴുവൻ സംരക്ഷിക്കാനാണെന്നും അതിനാൽ ആ കടം ഒരു പ്രതിഫലമായി കണക്കാക്കി എഴുതിത്തള്ളണമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. എന്നാൽ സമ്പന്നമായ കുവൈത്ത് ഈ ആവശ്യത്തിനു മുന്നിൽ വഴങ്ങിയില്ല. ഈ തർക്കം നിലനിൽക്കുമ്പോഴാണ് എണ്ണ ഉൽപ്പാദനത്തിന്റെ കാര്യത്തിൽ കുവൈത്ത് ഇറാഖിനെ പ്രകോപിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുറയ്ക്കാൻ കുവൈത്ത് മനഃപൂർവ്വം ഉൽപ്പാദനം കൂട്ടുന്നുവെന്നും ഇറാഖിന്റെ അതിർത്തിയിലുള്ള റുമൈല എണ്ണപ്പാടത്തുനിന്ന് ചരിഞ്ഞ കുഴലുകൾ വഴി കുവൈത്ത് എണ്ണ മോഷ്ടിക്കുന്നുവെന്നും സദ്ദാം ആരോപിച്ചു. സദ്ദാം ഹുസൈൻ എന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കുവൈത്ത് എന്ന രാജ്യം എന്നും ഇറാഖിന്റെ ഭാഗമായിരുന്നു. ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ കാലത്ത് ഇറാഖിലെ ബസ്ര പ്രവിശ്യയുടെ കീഴിലായിരുന്നു കുവൈത്തെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ബ്രിട്ടീഷുകാർ കൃത്രിമമായി ഉണ്ടാക്കിയ അതിർത്തികളാണ് കുവൈത്തിനെ ഒരു സ്വതന്ത്ര രാജ്യമാക്കിയതെന്ന വാദം അദ്ദേഹം ശക്തമായി ഉയർത്തി. സദ്ദാമിന്റെ ഈ മോഹങ്ങൾക്കും ദേഷ്യത്തിനുമൊടുവിൽ 1990 ഓഗസ്റ്റ് 2-ാം തീയതി ആ കറുത്ത പുലരി പിറന്നു. ലക്ഷക്കണക്കിന് വരുന്ന ഇറാഖി സൈനികർ അത്യാധുനിക ടാങ്കുകളുമായി കുവൈത്ത് അതിർത്തി ഭേദിച്ചിൽ ഇരച്ചുകയറി. ആ കുഞ്ഞു രാജ്യത്തിന് ഇറാഖിന്റെ വൻ സൈനിക ശക്തിക്കു മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ കുവൈത്ത് നഗരം ഇറാഖിന്റെ അധീനതയിലായി. കുവൈത്ത് അമീറും രാജകുടുംബവും ജീവനും കൊണ്ട് സൗദി അറേബ്യയിലേക്ക് പലായനം ചെയ്തു. ലോകം ഞെട്ടലോടെയാണ് ഈ വാർത്ത കേട്ടത്. ഇറാഖ് കുവൈത്തിനെ തങ്ങളുടെ 19ാമത്തെ പ്രവിശ്യയായി പ്രഖ്യാപിച്ചു. ഐക്യരാഷ്ട്രസഭ ഉടൻ തന്നെ ഇറാഖിനെതിരെ രംഗത്തുവന്നു. സൈന്യത്തെ പിൻവലിക്കാൻ പലതവണ ആവശ്യപ്പെട്ടെങ്കിലും സദ്ദാം തന്റെ തീരുമാനത്തിൽ ഉറച്ചുനിന്നു. ഇതോടെ അമേരിക്കയുടെ നേതൃത്വത്തിൽ ലോകരാജ്യങ്ങൾ ഒരുമിച്ചു. 35ഓളം രാജ്യങ്ങൾ ചേർന്ന് ഒരു വൻ സൈനിക സഖ്യം രൂപീകരിച്ചു. മരുഭൂമിയിൽ യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി. ഈ യുദ്ധം ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയായിരുന്നു. അക്കാലത്ത് ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ, പ്രത്യേകിച്ചും മലയാളികൾ, കുവൈത്തിൽ ജോലി